ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ ഇതിൽ വണ്ടി ഇടിച്ച് കിടന്നായിരുന്നു. വേറൊരു വണ്ടി പുറകെ കൊണ്ടിടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധമില്ലായിരുന്നു. ആക്സിഡൻ്റായിട്ട് ഒരു കൊച്ചനെ അവിടെ കൊണ്ടുവന്നു. തലച്ചോറ് ഇളകി. അവൻ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഹെൽമെറ്റ് ധരിച്ചായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടായിരുന്നു. 12, 15, 18, 20 വയസ്സുള്ള പിള്ളേരാണ് കൂടുതലും മരിക്കും. MPDക്ക് പോലും അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ പിള്ളേർ കഞ്ചാവും വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന പോക്കേ. നമ്മൾ ഇന്നവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. MPDക്ക് പോലും പിടി കൊടുക്കാത്ത രാജൻ ചേട്ടനെ തപ്പി വന്നാട്ടോ. രാജൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ്. ഈ ഹെൽമെറ്റ് ഒന്ന് നമുക്ക് ഊരിയാലോ? ഊരാം. ഓക്കെ ചേട്ടാ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ ഹെൽമെറ്റ് അല്ലാതെ ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളും ഒക്കെ പിടിപ്പിച്ച് ഓടിക്കുന്നത്? ചെരുപ്പിൽ വരെ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാ അങ്ങനെ? കാരണം പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് സുരക്ഷിത, ഏത് തിരക്കിൽ നമുക്ക് വണ്ടി വിട്ട് പോകാം. കാരണം നമുക്ക് അപകടങ്ങൾ ഒഴിവാകും. ഒരാൾ ഫ്രണ്ടിലുണ്ടെന്നറിയാം. അതുപോലെ തന്നെ നടയാത്രക്കാരും ഇത് ഉപയോഗിക്കണം. റൈറ്റ് സൈഡിൽ കൂടെ നടക്കാവുള്ളൂ. അല്ല മറ്റേ വാഹനം പിടിച്ച് നമ്മളെ കൊല്ലും. എനിക്ക് ഇത് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്, ഉണ്ടാക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ ഇതിൽ വണ്ടി ഇടിച്ച് കിടന്നായിരുന്നു. വേറൊരു വണ്ടിയുടെ പുറകെ ഇരുന്നതാ. കുട്ടികുളങ്ങരയ്ക്ക് വടക്ക് സർവീസ് സ്റ്റേഷൻ വണ്ടി കൊടുത്തായിരുന്നു. അത് എടുക്കാനായിട്ട് വേറൊരു വണ്ടിയുടെ പുറകെ കയറിയായിരുന്നു. വേറൊരു വണ്ടി പുറകെ കൊണ്ടിടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ബോധമില്ലായിരുന്നു. എൻ്റെ പല്ല് 4 എണ്ണം പോയി. പിന്നെ കൈ കമ്പിയിട്ടിരിക്കുക. അപ്പം ഇങ്ങനെ കിടന്ന കൂട്ടത്തിൽ ഒരു ആക്സിഡൻ്റായിട്ട് ഒരു കൊച്ചനെ അവിടെ കൊണ്ടുവന്നു. തലച്ചോറ് ഇളകി വണ്ടി. അവൻ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഹെൽമെറ്റ് ധരിച്ചായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടാന്. അവിടെ നിന്നുകൊണ്ട് എനിക്കൊരു കണ്ടുപിടുത്തം തോന്നി. ഹെൽമെറ്റൊക്കെ ലൈറ്റ് പിടിപ്പിച്ചാൽ എന്താ? രാത്രി കാലങ്ങളിൽ എല്ലാവർക്കും സുരക്ഷിതമായിരിക്കുമല്ലോ. ഇവിടെ നമ്മുടെ കൈ പോയാലും ഒരെണ്ണം മാറ്റി വെക്കാം. കയ്യോ കാലോ എന്തെങ്കിലും പോയാൽ. പക്ഷെ തലച്ചോറ് പോയി കഴിഞ്ഞാൽ ആള് കിട്ടത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ചതാ. ആദ്യം ബേസ് ബോർഡ് വെച്ച് ഞാൻ ഹെൽമെറ്റ് ഉണ്ടാക്കി. അത് ഞാൻ നോക്കിയപ്പം ശരിയായില്ല. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ച് കിടന്നു. പിന്നെ ഏതായാലും തന്നെ റെഡിയാക്കാന്നും പറഞ്ഞ് അങ്ങ് റെഡിയായി. പിന്നെ ഹെൽമെറ്റ് റെഡിയാക്കി. രാത്രി കാലങ്ങളിൽ നമുക്ക് സുരക്ഷിത, നമുക്ക് സ്വയരക്ഷ. വീട്ടിൽ അത് തന്നെയല്ല. ഇപ്പോഴത്തെ പിള്ളേർ ഇത് 12, 15, 18, 20 വയസ്സുള്ള പിള്ളേരാ കൂടുതലും മരിക്കുന്നത്. അവർ ഹെൽമെറ്റേ ധരിക്കുന്നില്ല. MPDക്ക് പോലും അവർക്ക് ഇഷ്ടമല്ല. പോലീസുകാർ വന്നാൽ അവരെ ബഹുമാനിക്കണം. അവരെ ജീവനെ രക്ഷിക്കാൻ അല്ലാതെ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നുമല്ല. പോലീസുകാർ നമ്മളെ ദൈവം പോലെ അവരെ കാണും. MPD ആയാലും. MPDയും പറയുന്നുണ്ട് നിങ്ങൾ സുരക്ഷിത. ഇപ്പോഴത്തെ പിള്ളേർ കഞ്ചാവും വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന പോക്കേ ഇപ്പൊ എനിക്കൊരു സുരക്ഷിതയാണ്. കാരണം എനിക്ക് ഏത് രാത്രിയിലും പോകാം. ഇന്ന ആള് പോകുന്നതെന്ന് അറിയാം. ബാക്കിൽ കൂടെ വരുന്ന വണ്ടി എന്നെ കാണാം. കായംകുളംകാർക്കൊക്കെ സുപരിചിതമാണ് രാജൻ ചേട്ടന്റെ ഈ ഒരു വണ്ടിയും ഹെൽമെറ്റും ചെരുപ്പും ഒക്കെ. ചെരുപ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോവാം. നടന്നു പോകുമ്പോ ഒരാള് പോകുന്നതായിട്ട് കാണാം. രാത്രി കാലങ്ങളിലും കുഴപ്പമില്ല. അപ്പൊ രാത്രി നമുക്ക് നടയാത്രക്കാർക്ക് ഇതും വെളുപ്പിനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവരിത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതെങ്ങനെയാ പിടിപ്പിച്ച ചെരുപ്പിലൊക്കെ? ചെരുപ്പ് അത് ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ ഉടനെ ഞാൻ എടുക്കും. ഞാൻ എടുത്തത് അന്ന് രാത്രി റെഡിയാക്കി ഞാൻ കിടന്ന് ഉറങ്ങത്തുള്ളൂ. അതങ്ങ് വിജയിക്കും. നമ്മൾ മറ്റൊരു ചിന്തക്ക് പോകാതെ ഇതേ ചൊല്ലി ഇരുന്നാൽ എങ്ങനെയല്ല എത്ര കാര്യങ്ങൾ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് മെനഞ്ഞാന്ന് ഞാൻ റെഡിയാക്കിയതാ. അങ്ങനെ ഒരേന്ന് കണ്ട് അങ്ങ് റെഡിയാക്കി. ഞാൻ ഇത് എല്ലാരും ഉപയോഗിക്കണം. ഈ ഒരു സ്കൂട്ടറിൽ ഇല്ലാത്ത എന്താ പറയാ കാര്യങ്ങളില്ല. പല വണ്ടികളുടെയും പാർട്സ് ഇതിനകത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൈക്ക് എടുക്കാനുള്ള കഴിവില്ല. ബുള്ളറ്റ്. അപ്പൊ അതിന് വേറെ ഇതൊരു ബുള്ളറ്റ് ആക്കി. ഇതിനകത്ത് ഏതൊക്കെയുണ്ട്? ഓടിയുണ്ട്, ബെൻസ് ഒക്കെ ഉണ്ട്. ബെൻസ് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ വണ്ടിയും നമുക്കുണ്ട്. എല്ലാ വണ്ടിയും നമുക്കുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാത്തിന്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അറ്റം വന്ന് ഈ TVS വരെ ഏറ്റവും താഴ്ന്ന വണ്ടി വരെ ഉണ്ട്. TVS വരെ എന്തെങ്കിലും ഉണ്ട്. അല്ല ഇതൊക്കെ എങ്ങനെയാ പോയി അതിന്റെ പാർട്സ് ഒക്കെ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ? അത് കറക്റ്റ് ആയിട്ട് ഞാൻ അത് ഒട്ടിക്കും. അത് ഞാൻ എവിടെ ഒട്ടിക്കേണ്ട, എങ്ങനെ ചേരും എന്ന് വെച്ച് ഞാൻ അതുപോലെ ചെയ്യത്തുള്ളൂ. ഞാൻ അല്ല കണ്ടവാനും ഞാൻ ചെയ്യത്തില്ല. പിന്നെ ആവശ്യമില്ലാത്ത ലൈറ്റൊന്നും ഞാൻ പിടിപ്പിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ ഒരു കാരണവശാലും അവരെ വെറുപ്പിക്കുന്ന രീതി കൂടെ ഞാൻ ചെയ്യത്തില്ല. ഇതൊക്കെ അങ്ങ് എടുത്തു മാറ്റി. ഇത് ചുമ്മാ കൊടുത്തേക്കുന്നതിന് മാത്രം. അതൊക്കെ അങ്ങ് എടുത്തു മാറ്റാം. പിന്നെ ഒരു രസത്തിന് വേണ്ടി അത് വെച്ചേക്കുന്നത് മാത്രം. നമ്മള് മറ്റേ കണ്ണാടി ബമ്പർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യമില്ല MPDയോ പോലീസുകാരെ കളിപ്പിക്കാനൊന്നുമല്ല. അവരിത് ചെയ്യണം. ടാക്സി ഓടിക്കല്ലേ? ഞാൻ 47 വർഷം കൊണ്ട് ശാന്തി കിടന്ന് വണ്ടി ഓടിക്കുന്നു. ഞാൻ ഇന്ന് യൂണിഫോം ഇട്ട് ഓടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ നിയമം പാലിച്ചേ പോകത്തുള്ളൂ. ഇവിടെ കറക്റ്റ് ആയിട്ട് നിയമം പാലിക്കാറുണ്ട്. അതെ. എനിക്കൊരു പെറ്റി കേസ് പോലും വന്നിട്ടില്ല.
40-48 ശിഷ്യന്മാരും ഉണ്ട് പിള്ളേർ. KSRTC ഓടിക്കുന്നുണ്ട്, ടെമ്പോ ഓടിക്കുന്നുണ്ട്, ആട്ടോ ഓടിക്കുന്നുണ്ട്. നമ്മൾ ഇന്നവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു ഞാനൊരു വണ്ടി ഒപ്പിച്ച് ഇതേ ചെയ്യാണ്ട് എല്ലാം ചെയ്തു. കാരണം പോലീസുകാരൊക്കെ MPDക്കോ ഒരു ശല്യം ഇല്ലാത്ത രീതി കൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്. അവര് ഇത് ഉപയോഗിക്കണം. അവർ ലൂട്ടിയും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ഹെൽമെറ്റ് അവരും വെക്കണം. കാരണം അവര് രാവിലെ കയറുന്നതല്ലേ, രാത്രിയൊക്കെ അവരും ചെല്ലുമ്പോൾ MPD ആയാലും പോലീസായാലും അവരും ഇത് ഉപയോഗിക്കണം. ഉപയോഗിച്ച് അവരുടെ സ്വരക്ഷ. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, എൻ്റെ ഭാര്യയും പറയും ഇച്ചിരി പഞ്ചായത്തിൻ്റെ കയ്യിലും കൊണ്ടുവരണമെന്ന് പറയുമായിരിക്കും. അപ്പം നമ്മൾ തിരിച്ചിത് കൊണ്ടുചെല്ലണം. അല്ലാതെ അപകടത്തിൽ കിടന്ന് മരിക്കുന്നതിനെക്കാട്ടും നല്ല ഇതല്ലേ നല്ലത്. ഇത് എല്ലാവരും ഒന്ന് കാണും. ഇത് അപ്പം ഒരാൾ പോകുന്നതായിട്ട് അവർക്ക് കാണാം. അല്ല ഞാൻ ആരൊക്കെ പറ്റിക്കാനോ ആരെയും കാണിക്കാനോ എനിക്കിത് ഇതുപോലൊക്കെ ചെയ്യും അങ്ങനത്തെ ഉന്നതമാനമൊന്നുമല്ല. എൻ്റെ സ്വരക്ഷയ്ക്ക് എനിക്കൊരു അക്കടി പറ്റി, അന്ന് പോലെ ഞാൻ ചെയ്തതായത്. ഇനി എനിക്ക് അക്കടി പറ്റത്തില്ലെന്നാ എനിക്ക് ഒരു അപകടം ഉണ്ടാകത്തില്ല, നല്ല ഉറപ്പുണ്ട്. ഇപ്പം രാത്രി ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഈ ലൈറ്റ് ഇട്ട് രാത്രി നടന്നാൽ മതി. കണ്ടോ, രാത്രി നടന്നു കഴിഞ്ഞാലേ ഒരാൾ പോകുന്നതായിട്ട് കാണാം. രാത്രി ഒരു പിന്നെ പോകുന്ന കൂട്ടത്തിൽ രാത്രി പാരാത്രിക്ക് നമ്മൾ പോയാലേ ഒരാൾ പോകുന്നതായിട്ട് കാണാം. ഇത് ആരെയും കാണിക്കാനല്ല, എൻ്റെ സ്വയരക്ഷിക്കുക. ഇതെല്ലാം ചാർജ് ചെയ്യുന്നതാണ്. ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ അന്നന്ന് കളയൊന്നും മേടിക്കത്തില്ല. ഇത് ഇഞ്ചിന്റെ കറണ്ടല്ല എല്ലാം കൊടുത്തിരിക്കുന്നത്, ബാറ്ററി ഇല്ല. ഇഞ്ചിന്റെ കറണ്ടല്ല മൊത്തം ഞാൻ കൊടുത്തിരിക്കുന്നത്. ആരെങ്കിലും ഇപ്പം പോലീസോ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഇതെന്താ സംഭവം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്? പലരും ചോദിച്ചിട്ടുണ്ട്. അവർക്കറിയാമല്ലോ നമ്മൾ അപകടങ്ങൾ കുറയാൻ വേണ്ടിയാ. എല്ലാവരും ഇത് ഉപയോഗിക്കണം. അല്ല നമ്മള് പോലീസിനെ കളിപ്പിക്കാനോ MPD കളിപ്പിക്കാനോ ഒന്നുമല്ല. എല്ലാ വണ്ടിയിലും ഇങ്ങനെ വേണമെന്നാണ് പറയുന്നത്. എല്ലാ വണ്ടിയിലും ചെയ്യണം ഇത്, നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലണം. അല്ല ഇത് അപകടം പറ്റിയ എന്തിനാ, അതിനുവേണ്ടി ഞാൻ ചെയ്തതാ. എനിക്ക് അപകടി പറ്റി. അപ്പൊ എനിക്ക് ഇനി അക്കടി പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പ്. ഏത് പാരാത്രിക്ക് എനിക്ക് പോകാം. ഈ പവറൊക്കെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ലൈറ്റ് കിടന്നോളൂ, പവർ പോകത്തില്ല. ഇതും അതുപോലെ തന്നെ. ഇത് പല പ്രാവശ്യം ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ട് സക്സസ് ആയതാണോ? പിന്നെ ഞാൻ റെഡിയാക്കും, ഇനിയും കുഴപ്പമില്ല. ഇതിപ്പോ 2-3 കളറാക്കാം. ഇത് 2-3 കളറാക്കാം. ഈ കളർ വേണ്ടെങ്കിൽ അടുത്ത കളറാക്കാം. വീട്ടിൽ കറണ്ട് പോയായിരുന്നു ഈയിടെ. കറണ്ട് പോയപ്പോൾ ഞാൻ ഈ ലൈറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നല്ല പവറാ ഉണ്ടോ, നല്ല ഇത് പല കളറ്. ഇപ്പം ഉണ്ടോ, ഒരാൾ പോകുന്നതായിട്ട് കാണാം. രാത്രി പോകുമ്പോഴേ ഒരാൾ പോകുന്നതായിട്ട് കാണാം. അതും വേണ്ടെങ്കിൽ വീട്ടിൽ കറണ്ട് പോയപ്പോൾ ഈ ലൈറ്റ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ പ്രകാശം എനിക്ക് കിട്ടും. എത്ര വേണമെങ്കിലും അടുക്കളൊക്കെ ആയാലും ഏത് മുറിക്കകത്തും എനിക്ക് എന്തെല്ലാം പോയിട്ടുണ്ടെങ്കിൽ കാണാം. ഉണ്ടോ, ഇത് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതെല്ലാം നമ്മൾ വേലയിൽ നിന്ന് കാശെല്ലാം എടുക്കുക. ഞാൻ വീട്ടുകാരൊക്കെ എന്താ പറയണേ? അവർക്ക് സപ്പോർട്ട് ഞാൻ ചെല്ലുന്ന പൂച്ച വരെ കിടന്ന് കയറി എന്നെ കാണുമ്പം. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ലൈറ്റും കാണുമ്പോൾ അതങ്ങനെ കിളികളുകളെ മേളിൽ നിന്നുകൊണ്ട് കരയും എന്റെ ലൈറ്റ് ഇത് കാണുമ്പോൾ. ഒരു ദിവസം രാത്രി 1 മണിക്കാണ് രാത്രി ചെന്നത്. കുയില് വരെ കിടന്ന് കൂവി എന്റെ ഈ ലൈറ്റ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ. ഞാൻ വന്നതായിട്ട് അവർക്ക് കാണാം ഞാൻ വന്നിട്ടുണ്ടെന്ന്. കാരണം സ്ഥിരം വരുന്നതല്ലേ. അപ്പൊ കിളികൾ വരെ എന്റെ ഈ ലൈറ്റും വണ്ടിയുടെ പ്രകാശം കാണുമ്പോൾ കിളികൾ വരെ, പട്ടികൾ വരുന്ന കുറയും ഞാൻ മരുന്നതായിട്ട്. എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പട്ടിക്ക് വരെ അറിയാം. കാരണം അവർക്കെല്ലാം പഠിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് നല്ല പവർ. കാരണം നമ്മുടെ അപകടങ്ങൾ കുറയാണ് കണ്ടില്ലേ. ഇതിനകത്ത് അത് തന്നെ റേഡിയോ ഉണ്ട്, റേഡിയോ FM ഉണ്ട്. കേൾക്കാൻ പറ്റും. അത് എവിടെങ്കിലും ഇന്ന് വാർത്ത എന്തെങ്കിലും കേൾക്കാം. അതൊക്കെ ഞാൻ ചെയ്തു. ഇതിന്റെ ഉള്ളിലാണ് അകത്ത് വെച്ചേക്കുക. പാട്ടൊക്കെ കേട്ട് വണ്ടി ഓടിക്കുമ്പോ കേൾക്കത്തില്ല, എവിടെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോ കേട്ടോണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കും, വാർത്തയൊക്കെ കേൾക്കും. വേറെ അങ്ങ് പോകണ്ടല്ലോ. ഇപ്പൊ ഈ ടാക്സി ഓടിക്കണതിന്റെ ഒക്കെ ഇടയ്ക്ക് എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? രാത്രിയില്ല പണിയെല്ലാം ചെയ്യുന്നത്, പകല് പറ്റത്തില്ല. കാരണം വേറെ ശല്യങ്ങൾ വരും. ഇതാ പെതുക്കെ ഇരുന്ന് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ച് പെതുക്കെ ഇരുന്ന് ഞാൻ ചെയ്യും. അപ്പൊ അത് റെഡിയാവും എന്ന് എനിക്ക് നല്ല ബോധ്യം ചെയ്യും. ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ഇനി കണ്ടുപിടിക്കും. എന്തെങ്കിലുമൊക്കെ നോക്കണം. ഇനി ഇതേന്ന് ലൈറ്റ് വീട്ടിൽ ലൈറ്റ് എല്ലാം വേണേ കൊടുക്കാം. ഇത് സൂര്യന്റെ
കറണ്ടാ, സോളാറാ. ആ, ഇഷ്ടം പോലെ കറണ്ട് ഇതിനകത്തുണ്ട്. ആ, ഇതെന്ന് എത്ര വയറ് വേണമെങ്കിലും വീട്ടിൽ ഞാൻ കൊടുക്കാം. ഹെൽമെറ്റ് അവിടെ ചുമ്മാ വെച്ചാൽ മതി. ഇഷ്ടം പോലെ ലൈറ്റ് കൊടുക്കും. കറണ്ട് പോയാൽ എനിക്കറിയാം. ഞാൻ എടുത്ത കറണ്ട് ഇതിനകത്തുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കും കൂടെ ഇതുപോലത്തെ ഉണ്ടാക്കി ഒരുപാട് പറയുന്നുണ്ട്. നമുക്ക് അതിനുള്ള സമയമില്ല. വയ്യാന്ന് പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോകും. കാരണം അവരെ വെറുപ്പുണ്ടാക്കരുത്. നമ്മളിങ്ങനെ ചെയ്തു. നമുക്ക് വണ്ടി, എല്ലാ വണ്ടിയും ഉണ്ട്. ബെൻസ് ഉണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. ഈ ഇതൊക്കെ പാർട്സ് ഒക്കെ എവിടെ നിന്ന് എടുക്കണേ? അത് ഞാൻ ഓരോന്ന് മേടിക്കുന്നത്. ഇതിനൊക്കെ എത്ര രൂപ എടുത്തിട്ട് മേടിക്കും? അതൊന്നും പറഞ്ഞു ചോദിക്കുന്ന കാശ് കൊടുക്കും, ഇനി മേടിക്കും. ഇതിപ്പോ എത്ര രൂപ ചോദിച്ച കാശും കൊടുക്കും. ഇതെങ്ങനെയാ സെറ്റ് ചെയ്തത്? ഇതിന്റെ ഉള്ളിൽ കൂടെ അത് ആണിയല്ല വെച്ചിരിക്കുന്നത്. അതെങ്ങനെ രാത്രി ഒരാൾ കാണുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാ ചാർജ് ചെയ്യാ? അത് നമ്മുടെ പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ. മൊബൈൽ ചാർജ് അതിനുള്ള എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ആ തിരക്കി പിടിക്കും ഞാൻ. എവിടെ ഉണ്ടായാലും പിടിക്കും ഞാൻ. മക്കള് 2 പേരുണ്ട്. അവന്മാര് ഇതുപോലെ ഇലക്ട്രോണിക്കിന്റെ ഒക്കെ ലീഗലി എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടില്ല. നമ്മളതിനൊക്കെ എനിക്ക് 5-10 കിലോമീറ്ററിന്റെ ഓട്ടേ ഉള്ളൂ. വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വരും. മൊലയുടെ വീട്ടിൽ വെക്കും. കാർ എടുത്ത് സ്റ്റാൻഡിൽ കൊണ്ടുവരും. വീട്ടിൽ പോകാൻ നേരം വണ്ടി എടുത്തുണ്ടാകും. ഈ വണ്ടിയിലാണ് ഫുൾ കറക്കമൊക്കെ. അല്ലാണ്ട് ടാക്സി ജോലി സംബന്ധമായിട്ട് ഓടിക്കുന്നത് ടാക്സിയാണ്. അല്ലാണ്ട് എടുക്കുന്നതാണ് 5 ഡെയിലി 10 കിലോമീറ്ററേ ഉള്ളൂ ഓടുന്നുള്ളൂ. വേറെ അനാവശ്യമായിട്ടൊന്നും ഓടത്തൊന്നുമില്ല. 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ എനിക്ക് 2-3 ആഴ്ച ഓടാം. ഇത് എത്ര കൊല്ലം പഴക്കമുള്ള വണ്ടി? ഇതിപ്പോ ഒരു 8-9 കൊല്ലം. ഞാൻ നമ്മുടെ മോനെ സൂക്ഷിക്കുന്ന പോലെ ഇത് ഞാൻ സൂക്ഷിക്കും. രാവിലെ തുടച്ച് റെഡിയാക്കി. കാരണം നമുക്ക് വേറെ വണ്ടികളില്ലല്ലോ. എല്ലാവർക്കും വലിയ ബെൻസും അതൊക്കെ ഉണ്ട്. എല്ലാം നമുക്കിത് മതി. കൊച്ചു വണ്ടി, പാവത്തുങ്ങൾക്കുള്ള വണ്ടിയായത്. പാവത്തുങ്ങളുടെ വണ്ടി അവര് അതുപോലെ നമുക്ക് ഈ ബെൻസുകാരും നമ്മളെ വണ്ടിയെ നോക്കണം. ഓടിയുള്ളവര് എന്റെ വണ്ടിയെ നോക്കണം. രാത്രി പോകുമ്പോഴാണ് കുറച്ചുകൂടി രസം. അതെ, രാത്രി പോകുമ്പോഴാണ്. അത് നമ്മുടെ അപകടം കുറയാൻ വേണ്ടി അല്ല, ഇത് ആരെയും കാണിക്കാനല്ല. ഇപ്പൊ ഈ എന്താ പറയാ, കഞ്ചാവും അല്ലെങ്കിൽ മദ്യമൊക്കെ കഴിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ പിടിക്കില്ല, അല്ലെങ്കിൽ പോലീസുകാർ പിടിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് രാജേട്ടൻ എന്താ പറയാനുള്ളത്? അവരെന്തെങ്കിലും പറയാൻ തന്നെ ഞാനങ്ങ് ഒഴിഞ്ഞു മാറും. ഇന്നത്തെ കാലഘട്ടം അതാ. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അവരോട് പറയും, മക്കളെ നിങ്ങൾ പഠിച്ച് ചോദിക്കാൻ നേരം നല്ല മിടുക്കന്മാരാകണം. ഇല്ല, ഈയിടെ ഒരു ചെറുക്കനെ വിടുമ്പോ മോനെ ഒരു IPS എടുക്കണം. ഒരു പയ്യനോട് പറഞ്ഞ മോനെ ജില്ലാ കളക്ടർ ആകണം. അതിനൊക്കെ ശരി അങ്കിളെ, ഞങ്ങൾ റെഡിയാകാം. അങ്കിളൊക്കെ നല്ലത് പറഞ്ഞു. ഞാൻ നല്ലത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾ പറയണം. ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ തെറ്റിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിക്കുക, കഞ്ചാവ് അടിച്ചിട്ട് വണ്ടി ഓടിക്കുക, അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന. അപ്പൊ അവരോട് എന്താ പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. അവരോട് ഞാൻ പറയും, ട്രാഫിക് നിങ്ങൾ നിയമം ട്രാഫിക് പോലീസ് കൈ കാണിച്ചാൽ നിർത്തിയിരിക്കണം. നിങ്ങളുടെ ജീവനെ രക്ഷപ്പെടുത്താന്. അവിടെ ഒരു അപകടം നടന്നു. ആ അപകടം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി അല്ല, നിങ്ങളെ ശിക്ഷിക്കാനോ നിങ്ങൾക്ക് പെറ്റി അടിച്ചു തരാനോ ഒന്നുമല്ല. MPD നിങ്ങളെ കൈ കാണിച്ചാൽ നിങ്ങൾ നിർത്തിയിരിക്കണം. എന്താ സാറേ ഞാൻ ചോദിക്കണം. നിങ്ങളെ വെറുതെ വിടും. അല്ലാതെ അവരെ വെറും നികൃഷ്ടമായ രീതിയിൽ കൂടെ പെരുമാറി പോയി കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം ഉണ്ടാകും. നിങ്ങൾ കൈ കാണിക്കുമ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരും MPD ആയാലും ആരായാലും കൈ കാണിച്ചാൽ നിങ്ങൾ നിർത്തിയരെ. പറയാം, സാറേ അബദ്ധം പറ്റിപ്പോയി, നാളെ ഇനി സംഭവിക്കത്തില്ല. അവരോട് മാപ്പ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവരെ നമ്മളെ ഒന്നും ചെയ്യത്തില്ല. പോലീസായാലും MPD ആയാലും ആരും നമ്മളെ ഒന്നും ചെയ്യത്തില്ല. അവർ നമ്മളെ പോലെ മനുഷ്യനാണ്. പിന്നെ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നത്. അവർക്ക് ഇത്ര ലൂട്ട് ചെയ്യണമെന്നുണ്ട്. ആ ലൂട്ട് സമയത്ത് എന്ത് തെറ്റുണ്ട്? പോലീസും ആദ്യമൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? നമ്മളെ പോലെയുള്ള കുറ്റം ചെയ്യുന്നതിനെ പിടിക്കാനാ. അപ്പൊ ഞാൻ അവരോട് നല്ല കാര്യങ്ങൾ പറയും. പോലീസ് കൈ കാണിച്ചാൽ നിങ്ങൾ നിർത്തിയിരിക്കണം. എൻ്റെ രായണ്ണൻ വണ്ടി ഓടിക്കുന്നുണ്ടോ? അതുപോലെ വലിയ ഹൈ സ്പീഡിലൊന്നും പോകരുത്. അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ വരുമെന്നും പറഞ്ഞിരിക്കും. എൻ്റെ മോനെ നിങ്ങളെ കാണുന്നില്ലയോ? 10-15-13 വയസ്സൊക്കെ പിള്ളേർ ആക്സിഡന്റ് മരിക്കുന്നത്. അല്ലെന്താ എന്തോ ദുഃഖിക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്റെ വണ്ടി പോകുമ്പോ പിള്ളേരൊന്നും ഒന്നുകൂടി സന്തോഷമാണ്. പിള്ളേർക്കൊക്കെ ആയിരിക്കും ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോ. ലൈറ്റും ഇതൊക്കെ കാണുമ്പോഴേക്കും അവർക്കും ഒന്ന് വന്ന് അടുത്ത് നിന്ന് തൊട്ടൊക്കെ നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നും. ഞാൻ പറഞ്ഞു, ഓടിക്കേണ്ടവർക്ക് ഓടിക്കാൻ പറയും. നിങ്ങൾ ഓടിയിട്ട് മക്കളെ എന്ന് പറയും. കാരണം അവരുടെ ഒരു ആഗ്രഹമില്ലേ. ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, എന്നാ ഇതുപോലെ നബിദിനത്തിന് മൊത്തം പച്ചയാക്കണമെന്ന് പറഞ്ഞു ലൈറ്റ്. ഞാൻ പറഞ്ഞു മൊത്തം പച്ചയാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നബിദിന റാലിയുടെ കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫ്രണ്ട് ഞാൻ കാണുമെന്ന് പറഞ്ഞു. പിന്നെ ഈ പള്ളിയറ റാസ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസിന്റെ. എന്നോട് അവരും വിളിച്ചിരിക്കുക, റാസായിക്ക് എണ്ണം പറഞ്ഞു ഈ വണ്ടി ഏറ്റവും ഫ്രണ്ട് നിൽക്കണം. ഞാൻ പറഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ദേവന്മാരുടെ ഒരു കാര്യത്തിന്. പിന്നെ ഈ ഘോഷയാത്ര ഹിന്ദുക്കളുടെ, ഞാൻ ഘോഷയാത്രയിലൂടെ പോകുമ്പോൾ എല്ലാവരും എന്നെയാണ് നോക്കുന്നത്. മൊത്തം ലൈറ്റാ. അതിൻ്റെ കൂടെ അവരെ കുറച്ച് നേരം എന്നെ അവിടെ പിടിച്ചു നിർത്തും.
അതൊരു രസമായത്. കാരണം പിള്ളേർ ഇത് കാണണം. ഇതൊരു പുതിയ ആദ്യമായിട്ട് കാണുന്നതല്ല ഇല്ലേ? അതെ അതെ അത് ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കി, ഞാനും ആദ്യമായിട്ട് കാണുന്നത്. കാരണം ഇതൊക്കെ ശരിയാക്കി നല്ല രസമുണ്ടല്ലോ. ആദ്യമേ മനസ്സിലുണ്ടായിരുന്നോ അതായത് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യണം, ലൈറ്റ് ഇവിടെ വെക്കണം, അങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു? അല്ലിങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുന്നവനായതുകൊണ്ട് വണ്ടിയുടെ ബാഗ് ഫ്രണ്ട് വണ്ടി പോകുമ്പോൾ ഡേഞ്ചർ ഇതുണ്ടല്ലോ. നമ്മുടെ നിയമം അനുസരിച്ച് ഫ്രണ്ട് വെള്ളം കൊടുക്കണം, സ്റ്റിക്കർ ബാഗ് ചുമലയും കൊടുക്കണം. എൻ്റെ വണ്ടിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും അതൊന്ന് ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്ത് ഒരേ വീട്ടിൽ ചെന്ന് ഒരേ ആലോചിക്കുമ്പോൾ അന്ന് തന്നെ റെഡിയാക്കി ഞാൻ. നമ്മൾ ഓരോ ബുദ്ധി ഇങ്ങനെ തോന്നും. ഈ ലൈറ്റിന്റെ കാര്യം ആരാ പറഞ്ഞു തന്നെ? അല്ലെങ്കിൽ ഇപ്പൊ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാലോചിക്കുക എന്തെങ്കിലും ഹോണോ കാര്യങ്ങളോ ഒക്കെ കുറച്ച് ഒച്ചത്തിൽ വെക്കാം. ഞാൻ പറഞ്ഞു ഇതിന്റെ ഓൺ ഇപ്പൊ ഇതിന്റെ ഓൺ പോയിരിക്കുക. ഇപ്പൊ എന്റെ വാ കൊണ്ട് എനിക്ക് അടിക്കാൻ അറിയാണ്ട. ഞാൻ വലിയൊരു സംഭവമാ. കണ്ട ഇതിന്റെ ഓൺ ഇല്ല, ഇതിന്റെ ഓൺ ആയതിന്റെ കണ്ടോ കണ്ടോ എന്റെ. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നവരല്ലേ ഞാൻ ചിരിപ്പിച്ചേ വിടത്തുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഈ ഓണാ കേട്ടത് കണ്ടോ? ഇതിന്റെ ഓണാ, ഈ TVSന്റെ ഓണായിരുന്നു. ഇപ്പൊ ഇതിന്റെ വയറ് വിട്ട് കിടക്കുക കണ്ടോ? ഇതിന്റെ ഓണാണ്. അപ്പൊ ഇതിന്റെ ഓൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടി പോകുമ്പോൾ ഞാൻ തടി അടിക്കും. അപ്പൊ അവരെല്ലാം വണ്ടിയെ നോക്കും, എന്നെയും നോക്കും. അപ്പൊ ഞാൻ അപ്പം നീട്ടി അടിക്കാൻ പറയും പിള്ളേര്, നീട്ടി അടിക്കും. വേറെ ഹോൺ ട്രൈ നോക്കിട്ട് വേറെ ഓണൊന്നും ഫിറ്റ് ചെയ്യണ്ട, ചെയ്യാൻ പാടില്ല. ഇതിന്റെ ഓൺ തന്നെ വേണം. ഇതിപ്പം വാഗോണ്ടല്ലേ? ഇത് വാഗോണ്ട്. ഇത് മറ്റേ ഓണിന്റെ ശബ്ദം കേട്ടെ. ഇതിന്റെ ചെറിയ ഓണാ, TVSന്റെ ഓണായത്. TVSന്റെ ഓണായത്. ഈ ഓണാണ്ട കണ്ടോ? എന്റെ വാഗോണ്ട് അടിച്ച അവര് TVSന്റെ സൗണ്ട് അല്ലേ? TVSന്റെ ഷോറൂമുകൾ ഉണ്ടായിരുന്നു. അവിടെ അവര് പറയും അണ്ണാ ഇതൊന്ന് അടിക്കാൻ പറയുമോ, എന്റെ വാഗോണ്ട് അടിക്കും. അപ്പൊ അവര് കിടന്ന് ചിരിക്കും. അവരെ കമ്പനിന്ന് എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ വിളിക്കും ഇത് കണ്ടിട്ട്. ഒരു ദിവസം അവിടെ ചെന്നപ്പോ എല്ലാരും കാണാൻ വരും. അപ്പൊ നിങ്ങള് ചിലർ ഓടിക്കാൻ പറയും, അന്ന് ഓടിച്ചു നിങ്ങള് ഓടിക്കാൻ പറയും. അവർക്ക് ഓടിച്ചു, അവർക്ക് ഒരു കൊതിയല്ലേ. അവർക്ക് ഈ ഒരു വണ്ടി ഇത് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്ന അവർക്ക് ഒരു രസം. നിങ്ങൾ അവിടെ വന്ന് ചെപ്പാൻ പറയും. അല്ലെ എന്റെ വണ്ടി തരത്തില്ല, അങ്ങനെ നിങ്ങൾ ഓടി മക്കളെ എന്ന് പറയും. ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് സുഖാണെന്നത് ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ട് ഓടിക്കുന്നോണ്ട് ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ മോനെ പോലെ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ വലിയ വണ്ടിക്കാർക്കൊക്കെ TVS അല്ലേ, പക്ഷെ ഇതെനിക്ക് വലുതാ. ഈ വണ്ടി എനിക്ക് വലുതാ. 5-10 കിലോമീറ്റർ ഡെയിലി ഞാൻ ഓടുന്നുള്ളൂ. എനിക്കത് മതി. ഈ വണ്ടി മുതലാളെ വീട്ടിൽ നിന്ന് എടുക്കണം, തിരിച്ച് വീട്ടിൽ പോകണം വണ്ടി. അതേ അല്ല വേറെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഞാൻ പോകത്തില്ല. ഈ വണ്ടിയിൽ ഇനി എന്തെങ്കിലും ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? തോന്നും എന്തോ വേണം, ഇനി എന്ത് ചേരണം എന്ന് തോന്നും. കാരണം പോലീസിനോ MPDക്കോ ശല്യമില്ലാത്ത രീതിയിൽ കൂടെ എന്താ ചെയ്യേണ്ടത് ചെയ്യുന്നത്. ഇപ്പൊ ഈ ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചു കഴിയുമ്പോഴത്തേന് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇനി MPD പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മൾ നിയമത്തിൽ പോയിട്ടില്ല, നിയമം വിട്ടു പോയിട്ടില്ല. നിയമത്തിൽ കൂടെ അല്ല ചെയ്ത്. ഇഷ്ടംപോലെ ആട്ടോയുടെ ഫ്രണ്ടിലും ബാഗിലും കിടക്കില്ലേ LED ബൾബ് എന്ന് പറഞ്ഞാലും ഞാനും വെച്ച് നോക്കുക ബാഗില്. ലൈലാൻഡ് വണ്ടിയുടെ ഏറ്റവും ടൂറിസ്റ്റ് ബസ് പോകുന്നില്ലേ, അതിന്റെ സൈഡിലും LED ബൾബില്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാനും വെച്ചിട്ടുണ്ട്. അല്ല ഫ്രണ്ട് എൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ആർക്കും രോഗമില്ലാത്ത രീതി ബാഗിൽ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാ ബാഗ് ലൈറ്റ് അല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ലൈറ്റും ഇൻഡിക്കേറ്ററും ഉണ്ട്, നിയമം അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ബാഗിൽ LED ഞാൻ മൊത്തം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കറണ്ട് ഇല്ല, ബാറ്ററി ഇല്ല, ഇഞ്ചിന്റെ കറണ്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. പരമാവധി ഇഞ്ചിന്റെ കറണ്ട് ഉണ്ട്, അതെല്ലാം ഞാൻ എടുക്കും, കണ്ടവനം കളയത്തില്ല. ഈ ഒരു ബുദ്ധിയൊക്കെ എപ്പോഴാ ഈ തലയിൽ ഉദിച്ചേ? അതായത് ഇങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലരെന്നെ വിളിക്കുന്നുണ്ട് നീ വട്ടാ എന്ന് പറഞ്ഞാൽ. നമ്മൾ ശകലം വട്ടമുണ്ട്, അതുകൊണ്ടല്ലേ വട്ടന്മാരല്ലേ ഇത് ചെയ്യുന്നേ. അല്ലാത്തവര് അവര് തെങ്ങ കയറാനും പോവും, വിറക് വെട്ടാൻ പോവും ഇല്ലേ. പക്ഷെ ഞാൻ വട്ടനായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വട്ടന്മാർക്ക് ബുദ്ധി കൂടുതൽ. അങ്ങനെ എനിക്ക് വട്ടില്ല. ചിലരെന്നെ പറയും, എന്നിട്ട് പറഞ്ഞിട്ട് അവര് ചിരിക്കും. ആളുകൾ ചോദിക്കാറുണ്ടോ ഇങ്ങനെ വട്ടാണോ ഇങ്ങനെയൊക്കെ? ഞാൻ പറയുന്നത് ശക്കലം ഉണ്ട്. ഏതാണ്ട് ഒരു സിനിമക്കകത്തുണ്ടല്ലോ, എന്ത് വട്ടാണോ എന്ന് ചോദിക്കത്തില്ല, കിലുക്കൻ സിനിമക്കകത്ത് എന്നെ പറഞ്ഞത് എന്നോടും ചോദിക്കുന്നുണ്ട് വട്ടാണ്. ഞാൻ പറയും ശകലം ഉണ്ടെന്ന് പറയും. ഈ വട്ടം എനിക്ക് ഇഷ്ടമാണെന്നല്ലേ? ആ വട്ടം എനിക്ക് ഇഷ്ടമാണെന്നല്ലേ?
വീട്ടുകാരടുത്ത് ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട ചേട്ടനോട് പറഞ്ഞു ഒന്നുമില്ല. മനസ്സിലാക്ക് അങ്ങനെയൊക്കെ? പരിസരത്തെല്ലാം വലിയ കാര്യം തന്നെ. ആ. ഞാൻ ചെല്ലുമ്പോ അത് തന്നെ റോഡിൽ കൂടെ പോകുമ്പോ എല്ലാവരും ഒന്ന് നോക്കും. ഉം. കാരണം എനിക്ക് അപകടം കുറയാന്. ഉം. മറ്റുള്ള വണ്ടികൾ ശ്രദ്ധിക്കുന്നില്ല. ഉം. അപ്പൊ എന്നെ ശ്രദ്ധിച്ചാൽ എന്റെ ജീവനെ രക്ഷിക്കാമല്ലോ. ഈ ലൈറ്റ് ഇട്ട് പോകുമ്പോഴേ ഉം. എന്റെ ജീവനെ രക്ഷിക്കാം. എനിക്ക് വീട്ടിൽ ചെല്ലാം. ഉം. വീട്ടിൽ ചെല്ലുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്യും, ഹെൽമെറ്റ് ഊരി വെക്കും. ഉം. അതേ ഉള്ളൂ. ഇത് കാലേ കൂടുതൽ രാത്രി നടക്കാന് നടയാത്രക്കാർക്ക് നല്ല. ഉം. രാത്രി നടയാത്രക്കാർ റൈറ്റ് സൈഡിൽ കൂടെ നടക്കാവുള്ളൂ. ഉം. കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി വരുന്നത്. ആ. ആ റൈറ്റ് സൈഡിൽ കൂടെ പോകാൻ ആക്സിഡന്റ് ഇല്ല. ഓ. ഇവിടെ മൂന്നാം കുറ്റി എന്ന് പറഞ്ഞ നടക്കുമ്പോ പോലും അങ്ങനെ റൂൾസും കാര്യങ്ങളും ഒക്കെ പാലിച്ചിട്ടേ നടക്കാറുള്ളൂ. നടക്കത്തുള്ളൂ. നമ്മുടെ സൈഡ് അനുസരിച്ചേ പോകത്തുള്ളൂ. ഈ ലൈറ്റ് എനിക്ക് നടപ്പില്ല ഉം. എങ്കിലും രാത്രി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ ലൈറ്റ് നടന്നു പോകും. എല്ലാവരും നോക്കും. ഉം. അത് പക്ഷികൾ വരെ എന്നെ നോക്കും, ഇതെന്തുവാ ഈ പോകുന്നതിന്. അപ്പൊ ഈ ലൈറ്റ് ഒക്കെ എവിടെന്നാ മേടിക്കണേ? അത് ഞാൻ എറണാകുളത്ത് തോട്ടം പോകുമ്പോ മേടിക്കുന്നത്. അവിടുന്ന് ഇലക്ട്രോണിക് കട കയറി നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മേടിച്ചു നോക്കും. ഇനി ഇരിപ്പുണ്ട് ഒരേ സൈസ്. ഇനിയിപ്പോ ഇപ്പൊ എന്താ പറയാ ചെരുപ്പിലല്ലേ വെച്ചുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഡ്രസ്സിലോ അങ്ങനെയൊക്കെ വെക്കാൻ ഡ്രസ്സിലെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. ആണോ? തൂക്കി അങ്ങോട്ട് ഇടുമ്പോ മൊത്തം ജാക്കറ്റ് പോലെ? ജാക്കറ്റ് പോലെ. അത് രാത്രി പോലീസുകാരുടെ ഇതല്ലേ എന്ന് പറഞ്ഞ പോലെ. ഇത്രയൊക്കെ സേഫ്റ്റി വേണോന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അപ്പൊ ഞാൻ പറയും ഒന്നുകൂടെ കൂട്ടുമെന്ന് പറയും. ഞാൻ മൊത്തം ലൈറ്റ് ആണെന്ന് പറയും. ആ ഇപ്പൊ ആളുകളൊക്കെ കളിയാക്കി ചോദിക്കാറില്ലേ ഇതെന്താ ക്രിസ്മസ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട് എന്നാ ചന്ദ്രനി പോകുന്നേ. ഞാൻ പറയുന്നത് 8-5 പോകുന്നുണ്ട്. അന്യജീവി എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. അതിന് മുമ്പ് കൂടെ ഞാൻ പോകുന്നത് അന്യജീവി എനിക്ക് ഇഷ്ടം പോലെ കാണാമെന്നൊക്കെ പറയും. അവരെയും ചിരിപ്പിച്ചാൻ വേണ്ടത്തുള്ളൂ. അങ്ങനെ ആരെയും ഞാൻ പരാതിയില്ല. ഇല്ല, ഞാൻ ആരെയും അങ്ങനെ അവരെ വെറുപ്പിക്കത്തില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ അവരെ ചിരിച്ചോണ്ട് ഞാനങ്ങ് പോകത്തുള്ളൂ. അവരെ നമ്മള് തർക്കിക്കാനോ പോകുന്നില്ല, പോകേണ്ട കാര്യമില്ല. അപ്പം പറയുന്നു ഇല്ല, നമ്മള് കേൾക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് എന്നാ ഇതുപോലെ ഞങ്ങൾക്കൊന്ന് റെഡിയാക്കി തരാം. ഞാൻ സമയം കിട്ടുന്നത് റെഡിയാക്കി തരാമെന്ന് പറയും. ഇത് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം ചെലവായിട്ടുണ്ട് പൈസ? അത് കണക്കില്ല, കുറിച്ചൊന്നും വെച്ചിട്ടില്ല. കിട്ടുവാൻ മേടിക്കുക. ഇങ്ങനെ ഒരു ഹെൽമെറ്റ് ഒരാൾക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും, എത്ര രൂപ ചെലവാകും? അത് അറിയാൻ ഒക്കത്തില്ല. അത് വെച്ചാൽ അതിനൊരു സമയമില്ല. കാരണം നമ്മള് വേറെ എത്ര രൂപ ചെലവായിട്ട് ഉണ്ടാവും ഏകദേശം? ഏകദേശം എല്ലാം കൂടെ ഒരു 10,000 മേളിൽ പോയിട്ടുണ്ട്. ഈ ഹെൽമെറ്റിനാ? റേഡിയോ എല്ലാം ഉള്ളിലാ. ഈ ഒരു ഹെൽമെറ്റിന് അതെല്ലാം പറയവല്ല, നമ്മുടെ ഉദ്ദേശം ഏകദേശം അത്രയും ചെലവായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ലൈറ്റ് ഒക്കെ പിടിപ്പിക്കുമ്പോഴാണെങ്കിൽ ഏകദേശം അത്രയൊക്കെ, കാരണം പാർട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മേടിച്ചിട്ടുണ്ട്. എല്ലാം മേടിക്കുന്നു നമ്മൾ ആ റോസ്. പിന്നെ ഇത് റെഡിയാക്കി എനിക്ക് എന്നെ സഹായിക്കുന്നതെന്ന് പറയുന്നത് കായംകളി ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ അവിടെ കുമാർ മേശി ബൈക്ക് നന്നാക്കുന്നു. അയാൾ എന്നെ മേശിരി എന്നെ ഒരുപാട് സഹായിക്കുന്നു. കായംകുളം ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട്, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കുമാർ വർക്ക്ഷോപ്പ് ഉണ്ട്, അത് മോട്ടോർ ബൈക്ക് നന്നാക്കുന്ന. കക്ഷി എന്നോട് രാജാ നമുക്കൊരു ബൈക്ക് മോഡലാക്കാമെന്ന് പറഞ്ഞു. ശരി, മേശിരി ഇഷ്ടം പോലെ ആട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മേശിരി എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് ബൈക്കിന്റെ ലൈറ്റും മേശിരി എനിക്ക് തരും, ഈ ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ, ബമ്പർ, ഇതെല്ലാം കക്ഷി എനിക്ക് തരുന്നത് കുമാർ എന്ന് പറയും. കക്ഷി എന്നെ ഒരുപാട് പ്രോത്സാഹനം ചെയ്യുന്നുണ്ട്. ഇന്നലെ എന്നോട് വിളിച്ചു വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞാൻ തരാമെന്ന് പറയും. അപ്പൊ ഈ ചവിട്ടുകൂടി ബൈക്കിന്റെ നമുക്ക് റെഡിയാക്കാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ മേശിരിയാ ഈ കുമാർ എന്ന് പറയും, അയാൾ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പണി എന്ന് പറയുന്നത് ലൂണ ശരിയാക്കുന്ന നമ്മള് കല്ലുംപൂട്ടി ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേശിരിയുണ്ട്, മേശിരി. പിന്നെ ബാക്കിയെല്ലാം ഞാൻ തന്നെ റെഡിയാക്കുന്നത്. എല്ലാം ചെയിനൊക്കെ മുറുക്കണമെങ്കിൽ അവരൊക്കെ ബാക്കിയെല്ലാം ഞാൻ തന്നെ ശരിയാക്കുന്നത്. എന്നെ ഇരുത്തി ഒന്ന് ഓടിക്കാൻ പറ്റുമോ? പിന്നെ കയറി. അപ്പൊ ഞാൻ ഈ വണ്ടിയിൽ കേറാൻ പോവാണ് കേട്ടോ. ലൈറ്റ് ഉള്ള വണ്ടിയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഓക്കെ, പോവാൻ ചേട്ടാ. ഓക്കെ, പോണില്ലല്ലോ, സ്പീഡ് അധികം ഒന്നും എടുക്കില്ലല്ലോ, പയ്യല്ലേ പോവുള്ളൂ. ഈ ലൈറ്റ് ഈ സൗണ്ട് എപ്പോഴും കേൾക്കും. സൗണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ കീയും കൂടെ അടിക്കോ, ഹോണും കൂടെ അടിക്കോ? അതെന്റെ വാഗണ്ട് അടിക്കാം.